ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല, രാജ്യത്തിന്റെ സന്തുലിതമായ വികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും രാജ്യത്തിന്റെ പൊതുവിഭവങ്ങൾ പങ്കുവെക്കണം എന്നുള്ളത് ഭരണഘടനാ തത്വത്തിന്റെ ഭാഗമാണ്. ആ നിലക്കാണ് ഇവിടെ സംവരണം ഉണ്ടായിട്ട് 12% സംവരണം ഉണ്ടായിട്ടും 26% ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾക്ക് 13% മാത്രം പ്രാതിനിധ്യം വരാൻ കാരണം ഈ റൊട്ടേഷനിലുള്ള കളികളാണ്. ഈ റൊട്ടേഷൻ കളികൾ മുഴുവൻ നടത്തുന്ന PSC അംഗങ്ങളല്ല, ശരിക്ക് PSCയുടെ ഉള്ളിലുള്ള സെക്രട്ടറിയും കൂട്ടരുമാണ്. ഈ തലങ്ങളിലൊന്നും മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവും. ഈ മുന്നോക്ക സംവരണം കേന്ദ്ര ഗവൺമെന്റ് 2019 പാസാക്കിയപ്പോൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ആദ്യം നടപ്പിലാക്കി മാത്രമല്ല, കോടതിയിൽ അത് ചോദ്യം ചെയ്തിട്ട് അതിന്റെ വിധി വരാൻ പോലും കാത്തിരിക്കാതെ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടപ്പിലാക്കുക എന്ന് പോലും നിശ്ചയമില്ലാത്തൊരു ഘട്ടത്തിൽ 2019 തന്നെ ദ്രുതഗതിയിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പേ കേരളത്തിൽ നടപ്പിലാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് ആളുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. മന്ത്രിമാരുടെ സ്റ്റാഫ്, മന്ത്രിമാരുടെ ഓഫീസ് എന്ന് പറഞ്ഞത് ചില്ലറ കാര്യങ്ങളല്ല. സുപ്രീം കോടതി ജാതി സെൻസസ് നടത്താൻ ഉത്തരവിട്ടു. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ ബാധ്യത നൽകിയപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് പോയത്. ഇവിടെ ജാതി സർവേ നടത്താൻ പണമില്ല എന്നാണ്. ഇന്നേ വരെ ഒരു കാര്യത്തിലും പണമില്ല എന്നാണ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. അതും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ പോണത്. അപ്പൊ ഓഫീസുകളിലുള്ള സ്റ്റാഫിന്റെ പങ്കാളിത്തം, അവരുടെ സ്വാധീനവും മന്ത്രിമാരെക്കാൾ ചില സമയത്ത് മുകളിലാണ്. പാർട്ടി പോലും ചർച്ച ചെയ്യുന്നതിന് മുന്നേ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് അതാണ് മുസ്ലിം സമുദായം അരികവൽക്കരിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളൊന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വിവിധ മേഖലകളിലെ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ സംവരണത്തെക്കുറിച്ചാണ്. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൽ നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ BPA ഗഫൂർ സാഹിബാണ്. അദ്ദേഹത്തെ ഈ സ്പെഷ്യൽ അവറിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ സമീപ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യം, സംവരണത്തിൻ്റെ പേരിലോ മറ്റുള്ള കാര്യങ്ങളുടെ പേരിലോ മുസ്ലിം സമൂഹം അർഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തുടർന്ന് വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ആരോപണം ശരിയേ അല്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതിലെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഞെട്ടിപ്പിക്കുന്ന കുറേ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. ഇത്ര വന്നപ്പോൾ തന്നെ അതാരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ സവർണ ജനവിഭാഗങ്ങൾ മുസ്ലിം സമുദായത്തെ അരികവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ റിപ്പോർട്ട് തന്നെ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, പുതിയതല്ല. അന്ന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ വിവരപ്രകാരം തന്നെ 316 സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അത് പ്രകാരം തന്നെ 5,45,423 സർക്കാർ ജീവനക്കാരുടെ 238 മതജാതി സമുദായ ഉപജാതികളെ വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. ഇത് പ്രകാരം തന്നെ മുസ്ലിം സമുദായം ഇവിടെ ജനസംഖ്യാനുപാതികമായി ഈ 2011 റിപ്പോർട്ട് പ്രകാരം തന്നെ 26.56% ജനസംഖ്യയിൽ മുസ്ലിം സമുദായം ഉണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും ഉദ്യോഗ പ്രാതിനിധ്യത്തിൽ അവർക്കുള്ളത് 73,774 തസ്തികകളാണ്. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ ജനസംഖ്യ 26.56% ആണെങ്കിൽ ഇവിടെ തൊഴിൽ രംഗത്തെ പ്രാതിനിധ്യം 13.51%. 202% കുറവാണ് പ്രാതിനിധ്യം അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഘട്ടത്തിൽ. ഇതാണ് നിലവിലുള്ള ഇവിടുത്തെ മുസ്ലിം സമുദായം ഓരോ രംഗങ്ങളിൽ. ഇത് ഒരു തൊഴിൽ മേഖലയിലെ മാത്രം 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മലയുടെ ഒരു കുറഞ്ഞ ഭാഗം മാത്രമാണ്. ഇത് സർക്കാർ മേഖലയുടെ മാത്രമാണ് വന്നിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഈ സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് സംവരണം നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്? അത് ഭരണഘടനയുടെ തന്നെ താല്പര്യമാണ്. ഈ രാജ്യത്തെ ഓരോ ജനവിഭാഗങ്ങൾക്കും തുല്യമായ അവസരവും പങ്കാളിത്തവും എന്നുള്ളത്. അത് സാധ്യമാവാതെ പോയ ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം വന്ന ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് രാജ്യത്തിൻ്റെ സന്തുലിതമായ വികസനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമാണ്.
അതായത് ഇതൊരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ സന്തുലിതമായ വികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും രാജ്യത്തിൻ്റെ പൊതുവിഭവങ്ങൾ പങ്കുവെക്കണം എന്നുള്ളത് ഭരണഘടനാ തത്വത്തിൻ്റെ ഭാഗമാണ്. ആ നിലക്കാണ് ഇവിടെ സംവരണം ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിൻ്റെ പ്രാതിനിധ്യ ചർച്ചയിലേക്ക് പോകുകയാണെങ്കിൽ ആദ്യം നിയമനിർമ്മാണ സഭയിലെ ഒരു പ്രാതിനിധ്യം എടുക്കുക, അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എടുക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ജനസംഖ്യാനുപാതികമായി മന്ത്രിസഭയിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടോ യഥാർത്ഥത്തിൽ? ജനസംഖ്യാനുപാതികമായി ഇപ്പോൾ ഏറ്റവും അധികം മുസ്ലിം സമുദായം ഈ തമസ്കരിക്കപ്പെടുന്നതിൻ്റെ, അവഗണിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം അധികാര രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. കാരണം അധികാര രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം ഉണ്ടായാൽ, ലെജിസ്ലേച്ചറിലും അസംബ്ലിയിലും എക്സിക്യൂട്ടീവിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ഏതൊരു സമൂഹത്തിനും മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. കുറേ സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല. സാമൂഹ്യമായ അസമത്വം പരിഹരിക്കപ്പെടണൽ ഇത് അനിവാര്യം. ആ നിലക്ക് നോക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിൽ 544 അംഗങ്ങളിൽ 24 അംഗങ്ങളാണ് മുസ്ലിം സമുദായമുള്ളത്. അത് എത്രമാത്രമാണ് അതിൻ്റെ ശതമാനം നോക്കണം. ഏകദേശം 35% മുസ്ലിങ്ങളുള്ളൊരു രാജ്യത്ത്, കോടിക്കണക്കിന് മുസ്ലിങ്ങളുള്ളൊരു രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിൽ മുസ്ലിം സമുദായത്തിൻ്റെ പങ്കാളിത്തമാണ്. ഇപ്പോൾ കേരളത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലൊരു മന്ത്രിയെ ഏത് പാർട്ടി വന്നാലും, ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ആ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരു എച്ചിൽ കഷ്ണം കൊടുക്കുന്നത് പോലെയാണ് ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ MLA സ്ഥാനം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് സൊസൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു 25% അധികം മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിലാണെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥി വിജയിക്കാൻ പാടില്ല. അതിനൊക്കെ ഏറ്റവും വലിയ തെളിവാണ് തിരുവമ്പാടി പോലുള്ള മണ്ഡലങ്ങൾ. അവിടെ പോലും ഒരു മുസ്ലിം മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു അമുസ്ലിമായ ആളെ പകരണ്ട എന്നിട്ട് വിജയിപ്പിക്കുക. അത് ഈ കാര്യത്തിൽ കോൺഗ്രസ് ആയാലും CPM ആയാലും നിലപാടിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ കേരളത്തിലെ സീറ്റ് വിഭജനം ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ അവസാനമായിട്ട് തന്നെ ഷാഫി പറമ്പിൽ വന്നത് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളൊരിതിലാണ്. അല്ലാതെ അവിടെ UDFൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിം ലീഗ് നോക്കിക്കൊള്ളുന്ന. ശരിക്ക് അബുൽ കലാം ആസാദൊക്കെ ഉദ്ദേശിച്ച തലത്തിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിങ്ങളുടെ കാര്യം എന്നല്ല, ഈ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യതയാണെന്ന് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു മുസ്ലിം സ്വത്വം എന്നത് കാണേണ്ടതില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തലത്തിരിച്ചാണ്. എല്ലാ സവർണരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ട്. ഇപ്പോൾ നായർ സർവീസ് സൊസൈറ്റി ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ CPMഉം കോൺഗ്രസും ഒരുപോലെ അതിനെ പരിഗണിക്കാൻ തയ്യാറാണ്. മുസ്ലിം സമുദായം ഉന്നയിക്കുന്നൊരാവശ്യം അതിനെ വർഗീയമായി, ഇപ്പോൾ മലബാറിൽ കുറച്ച് +2 ഇതൊക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ പറയുകയാണ് ഇവിടെ പാകിസ്ഥാനിൻ്റെ ഒരു പതിപ്പ് ഉണ്ടാക്കാൻ പോവാണ്, മലബാറിലെ കുട്ടികൾ കോപ്പി അടിച്ചിട്ട് ചെയ്യും. ഇതൊക്കെ വെച്ചാൽ വളരെ മോശമായ, എന്നാൽ അതിനെതിരെ അത്രയും പ്രതികരിക്കാൻ വന്ന മുസ്ലിം സമുദായം മാത്രമാണ്. ശരിക്കും അത് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനതയായിരുന്നു, പൊതുസമൂഹമായിരുന്നു. അത് പ്രതികരിച്ചില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് മുസ്ലിം സമുദായം ഒരു അരികവൽക്കരിക്കപ്പെട്ടൊരു സമൂഹമായിട്ട് എല്ലാവരും പരിഗണിക്കുന്നു എന്നുള്ളത് ശരി. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലും അമേഠിയിലും വിജയിച്ചൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു വേള കോൺഗ്രസ്സിന് മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ വയനാട്ടിൽ പരിഗണിക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു നിലപാടിൻ്റെ ഭാഗമാകുമോ അത് പരിഗണിക്കാതിരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ പരിഗണന രാഷ്ട്രീയമായ സാഹചര്യങ്ങളുണ്ട് ഇന്ത്യയിലെ. ഇപ്പോൾ സോണിയാഗാന്ധി പാർലമെൻറ്റിൽ വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ വരിക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിൻ്റെയും ഒരു ഉന്നേറ്റത്തിൻ്റെയും ഭാഗം എന്നുള്ള നിലക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട്ടിൽ പ്രിയങ്ക തന്നെ വരുന്നത്. ഈ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യാനുപാതികമായ ഒരു പ്രാതിനിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും? ഇല്ല. ഈ ഉറപ്പുവരുത്തണമെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്ത്, ഇത് മലപ്പുറത്താണെങ്കിൽ അവിടെ മത്സരിക്കേണ്ടത് അത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ്. കോഴിക്കോട്ടാണെങ്കിൽ അവിടെ ഓരോ മണ്ഡലം ആരാണോ ഭൂരിപക്ഷം, ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം ഏകദേശം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് കോഴിക്കോട്, വടകര, വയനാട്. ഇവിടെ പോലും മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ല. കാരണം അവിടെ മിങ്കിൾഡാണ് സൊസൈറ്റി. അപ്പോൾ മിങ്കിൾഡ് സൊസൈറ്റിയിൽ മുസ്ലിങ്ങളെ പറ്റില്ല എന്നുള്ളൊരു ധാരണ, അവിടെ മുസ്ലിം മത്സരിച്ചാൽ പരാജയപ്പെടും എന്നുള്ളൊരു ധാരണ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഏറ്റവും നല്ല മുസ്ലിം മെജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ഒരു മുസ്ലിമിനെ പരിഗണിക്കാത്തത് അവിടെ വിജയിക്കില്ല. ആ ഒരു ധാരണയിലേക്ക് മുസ്ലിങ്ങൾ ആർക്കും വോട്ട് ചെയ്യും, എന്നാൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക്
മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു മറ്റൊരു ധാരണയിലേക്ക് ഒരു ഇസ്ലാമോഫോബിക് സൊസൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് കേരളം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഈ മറ്റുള്ള ചില സമുദായങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് സീറ്റിൻ്റെ സമയത്ത് ചില സംവരണങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ആളുകൾ അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംവരണം നൽകിയിട്ടുണ്ടായിരുന്നു മുമ്പ് കാലഘട്ടങ്ങളിൽ? മുസ്ലിങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലൊക്കെ മണ്ഡലം വെച്ചിട്ട് ബംഗാളിലൊക്കെ മുസ്ലിം സംവരണ മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഈ സത്യത്തിൽ ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിസ്ഥാനപരമായി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ PSC നിയമനം ഇതൊക്കെ. ഇപ്പോൾ PSC നിയമനം ഇപ്പോൾ PSC അംഗങ്ങൾ എടുക്കുക. കഴിഞ്ഞ PSC നിലവിൽ വന്നതിന് ശേഷം ഏകദേശം 120ഓളം PSC അംഗങ്ങൾ വന്നു. ഇതിൽ ആകെ വന്നത് കേവലം 16 പേരാണ് മുസ്ലിം പേരുള്ളവർ. അവർ തന്നെ മുസ്ലിം സമുദായത്തോട് എത്രമാത്രം പ്രതിബദ്ധത ഉള്ളവരാണെന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം. വിശ്വാസികളല്ല. 19 ചെയർമാൻമാർ വന്നതിൽ ആകെ 3 ആളുകളാണ് മുസ്ലിം പേരുള്ളവർ. അതിൽ TM സാവാൻകുട്ടി എന്ന മനുഷ്യനെ ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം സമുദായത്തോട് പ്രതിബദ്ധത ഉള്ള ഒരാളുണ്ടായിട്ടില്ല. 15 PSC സെക്രട്ടറിമാർ വന്നതിൽ ഒരൊറ്റ മുസ്ലിം സമുദായക്കാരനുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെയാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഇത് നിയമിക്കേണ്ടത് മന്ത്രിസഭയും അസംബ്ലിയും ഒക്കെയുള്ള ഗവർണറും ഒക്കെയാണ്. ഗവർണറാണ് PSC ഇതാക്കേണ്ടത്. അതിന് റെക്കമെൻഡ് ചെയ്യേണ്ടവർക്ക് മന്ത്രിസഭയും വരുമൊക്കെയാണ്. ഈ സ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ എവിടെ വരും? അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്രയും അവഗണന സംവരണം ഉണ്ടായിട്ടും 12% സംവരണം ഉണ്ടായിട്ടും 26% ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾക്ക് 13% മാത്രം പ്രാതിനിധ്യം വരാൻ കാരണം ഈ റൊട്ടേഷനിലുള്ള കളികളാണ്. ഈ റൊട്ടേഷൻ കളികൾ മുഴുവൻ നടത്തുന്ന PSC അംഗങ്ങളല്ല, ശരിക്ക് PSCയുടെ ഉള്ളിലുള്ള സെക്രട്ടറിയും കൂട്ടറുമാണ്. ഈ തലങ്ങളിലൊന്നും മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യമില്ല. അത് രാഷ്ട്രീയ നിയമനമല്ലല്ലോ. അത് എന്തുകൊണ്ട് ബ്യൂറോക്രസി അത് തീരുമാനിക്കേണ്ട മന്ത്രിസഭയാണല്ലോ. ഈ മന്ത്രിസഭയിലൊരു മുസ്ലിം പ്രാതിനിധ്യം എത്ര ഉണ്ട്? അസംബ്ലിയിൽ എത്ര ഉണ്ട് മുസ്ലിം പ്രാതിനിധ്യം? അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത്രേ നടക്കുകയുള്ളൂ. നമുക്ക് ബോർഡുകളിലെ മുസ്ലിം പ്രാതിനിധ്യം നോക്കുകയാണ്. ഇപ്പോൾ PSCയെ കുറിച്ച് പറഞ്ഞു. മറ്റുള്ള ബോർഡുകളിൽ മുസ്ലിം പ്രാതിനിധ്യം എത്രത്തോളമാണ് ഉള്ളത്? അതായത് ന്യൂനാൽ ന്യൂനം. ഇവിടെ നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് സർക്കാർ ജോലികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ എടുത്തു നോക്കിയാലും എത്രമാത്രം ബോർഡുകൾ, എത്രമാത്രം മന്ത്രിസഭാംഗങ്ങൾ, മന്ത്രിമാരുടെ സ്റ്റാഫ് എടുത്ത് നോക്കിയാൽ മതി. ഓരോ മന്ത്രിക്കും എത്ര സ്റ്റാഫുകളുണ്ട്, അതിലൊക്കെ എത്ര ഇതുണ്ട്. ഈ സ്റ്റാഫിനൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട്. കേരളത്തിലെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ഓരോ മന്ത്രിമാരുടെ സ്റ്റാഫ് എടുത്തു വയ്ക്കിയാൽ അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം 2-3% മാത്രമായിരിക്കും. അതാണ് അവിടുത്തെ അവസ്ഥ. മന്ത്രിമാരുടെ ഓഫീസിൻ്റെ ചുമതല, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്കറിഞ്ഞല്ലോ മുന്നോക്ക സംവരണം. ഇപ്പോൾ നേരത്തെ പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് വളരെ കുറവാണെന്ന് പറഞ്ഞ ആ സമുദായത്തിൻ്റെ തന്നെ പ്രാതിനിധ്യം വീണ്ടും കവർന്നെടുത്ത ഒരു സംവരണമാണ് മുന്നോക്ക സംവരണം. ഈ മുന്നോക്ക സംവരണം കേന്ദ്ര ഗവൺമെൻറ് 2019 പാസ്സാക്കിയപ്പോൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ആദ്യം നടപ്പിലാക്കിയെന്ന് മാത്രമല്ല, കോടതിയിൽ അത് ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ വിധി വരാൻ പോലും കാത്തിരിക്കാതെ ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടപ്പിലാക്കുക എന്ന് പോലും നിശ്ചയമില്ലാത്തൊരു ഘട്ടത്തിൽ 2019 തന്നെ ദ്രുതഗതിയിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പേ കേരളത്തിൽ നടപ്പിലാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിനാളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. മന്ത്രിമാരുടെ സ്റ്റാഫ്, മന്ത്രിമാരുടെ ഓഫീസ് എന്ന് പറഞ്ഞത് ചില്ലറ കാര്യങ്ങളല്ല. പിന്നെ രണ്ടാമതൊന്ന് ഇവിടെ ഏറ്റവും പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്ന ഒരു കാര്യമാണ്, സുപ്രീം കോടതി ജാതി സെൻസസ് നടത്താൻ ഉത്തരവിട്ടു. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ബാധ്യത നൽകിയപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് പോയത്. ഇവിടെ ജാതി സർവേ നടത്താൻ പണമില്ല എന്നാണ്. ഇന്നേ വരെ ഒരു കാര്യത്തിനും പണമില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തില്ല. അതും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ പോണത്. അപ്പോൾ ഓഫീസുകളിലുള്ള സ്റ്റാഫിൻ്റെ പങ്കാളിത്തം, അവരുടെ സ്വാധീനവും മന്ത്രിമാരെക്കാൾ ചില സമയത്ത് മുകളിലാണ്. പാർട്ടി പോലും ചർച്ച ചെയ്യുന്നതിൻ്റെ മുന്നേ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത്, അതാണ് മുസ്ലിം സമുദായം അരികുവൽക്കരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്നും. ന്യൂനപക്ഷ കാര്യവകുപ്പ് ഒരു കാലം വരെ അത് മുസ്ലിം മന്ത്രിമാരായിരുന്നു കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു ഭരണം തുടങ്ങുന്ന സമയത്ത് അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുകയും പിന്നീട് അതൊരു വിവാദമായപ്പോൾ
അതിനെ മാറ്റി കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തെ ഏത് രീതിയിലാണ് കാണേണ്ടത്? അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ ഇസ്ലാമോഫോബിക് വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഇടതുപക്ഷ സർക്കാരിനുള്ള പങ്കിലൊന്നും അതാണ്. ക്രൈസ്തവ സഭ ഒരു പരാതി ഉന്നയിച്ചപ്പോഴേക്ക് കാര്യങ്ങൾ നടത്തി കൊടുക്കുക. ഒരു മുസ്ലിം മന്ത്രിക്ക് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ ന്യൂനപക്ഷ വകുപ്പ് എന്ന് മാത്രമല്ല, ഇനി അത് തിരിച്ചു കൊടുത്താൽ തന്നെ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ, ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ, ഇത് രണ്ടിൻ്റെയും അധികാരം കേരളത്തിൽ ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ സർക്കാർ തലത്തിൽ ജനസംഖ്യയേക്കാൾ ഇരട്ടിയിലധികം പ്രാതിനിധ്യമുള്ള ഒരു സമുദായത്തിന് വകവെച്ചു കൊടുത്തു. അപ്പോൾ ഏറ്റവും ദുർബലരായ മുസ്ലിം സമുദായത്തെ അതിൽ അവഗണിച്ചു. അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് മുസ്ലിം സമുദായത്തിനായിരുന്നെങ്കിൽ ആനുകൂല്യങ്ങൾ പോകുന്നത് അനർഹരിലേക്കാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. മുമ്പ് വന്നിട്ടുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം അതെല്ലാം പഴയപടി തന്നെ ഈ കാലഘട്ടത്തിലും തുടരുന്നുണ്ടോ? ഇല്ല, അത് എടുത്തു കളഞ്ഞു. സച്ചാർ കമ്മീഷൻ ഇവിടെ ആ പോളിസി സ്കോളർഷിപ്പ് പദ്ധതി വരാൻ തന്നെ കാരണം മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ അരക്ഷിതാവസ്ഥ പിന്നോക്കാവസ്ഥ പരിഗണിച്ച പാലൊളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയെ ക്രൈസ്തവ സമുദായത്തിന് ന്യൂനപക്ഷം എന്ന് മുസ്ലിം സ്കോളർഷിപ്പുകളായിരുന്നത് അതിനെ ന്യൂനപക്ഷം എന്നാക്കിയിട്ട് അതിൻ്റെ കവറേജ് കൊടുത്തിട്ട് ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം എടുത്തിട്ട് ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതസ്ഥാനീയരായ ക്രൈസ്തവ മുന്നോക്ക വിഭാഗങ്ങൾക്ക് എടുത്തു കൊടുത്തു ശരിക്കും മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്തു കൊടുക്കുകയാണ് കഴിഞ്ഞ മന്ത്രിസഭ ചെയ്തിട്ടുള്ളത്. ഈ കേന്ദ്ര ഗവൺമെൻറ് മൗലാന അബുൽ കലാം ആസാദ് സ്കോളർഷിപ്പ് നിർത്തലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് നിർത്തലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഒന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് കിട്ടാനുള്ള വകുപ്പുകൾക്ക് തന്നെ ഒരുപാട് ഉപാധികൾ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ മന്ത്രിസഭയല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത്. ഈ മന്ത്രിമാരുടെ വകുപ്പുകളിലും ഉദ്യോഗ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നതിൽ ഇവിടുത്തെ സവർണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല ഉപാധികളും വെച്ച് മെട്രിക് സ്കോളർഷിപ്പ് പോലും കിട്ടുന്നതിന് 100 കൂട്ടം ഉപാധികൾ വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഉപാധികൾ വെച്ചുള്ള അവകാശങ്ങൾ പോലും കവർന്നെടുക്കല്ലാതെ പുതുതായി ഒന്നും കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പുതിയ സംവരണങ്ങൾ കടന്നു വരികയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്നോക്ക ജാതികൾക്കുള്ള സംവരണം. ഈ ഒരു ഒഴിവുണ്ടാകുന്ന സമയത്ത് മാക്സിമം എത്ര വരെ സംവരണം പോകാം എന്നുള്ളൊരു നിയമമുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുള്ള പുതിയ ആളുകൾ സംവരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ജനറൽ കോട്ടയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് മുസ്ലിങ്ങളുടെ കോട്ടയിൽ നിന്ന് തന്നെയല്ലേ എടുത്ത്? അന്ന് ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങളെ പറ്റിക്കുകയായിരുന്നു ചെയ്തത്. 10% മുന്നോക്ക സംവരണം ഏർപ്പെടുത്തുന്ന അവർക്ക് അഡീഷണൽ കോട്ട ഏർപ്പെടുത്തിയിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ വന്നപ്പോൾ ജനറൽ കോട്ടയിൽ നിന്ന് 10% എടുത്തു കൊടുത്തു. അതായത് ഈ 10% നിന്ന് കിട്ടേണ്ട മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ പോലും അങ്ങനെ കവർന്നെടുക്കപ്പെടുകയുണ്ടായത്. മുന്നോക്ക സംവരണം വന്നപ്പോൾ തന്നെ അതിന് പുറമെയാണ് ഭിന്നശേഷി സംവരണം വന്നത്. അതും മുസ്ലിങ്ങളുടെ റൊട്ടേഷന് ഒരു കൊല്ലത്തിൽ 754 പോസ്റ്റിൻ്റെ നഷ്ടം ആ വകയിൽ തന്നെ മുസ്ലിം സമുദായത്തിന് ഒരു കൊല്ലത്തിലുണ്ട്. മറ്റൊന്ന്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മുന്നോക്ക സംവരണത്തിൽ അതിൽ അവരുടെ സാമ്പത്തിക സംവരണമാണല്ലോ വരുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ OBC നോൺ ക്രീമിലിയർ വിഭാഗങ്ങളുണ്ട്. ഈ നോൺ ക്രീമിലിയർ വിഭാഗവും മുന്നോക്ക സംവരണത്തിലെ സാമ്പത്തിക വിഭാഗവും ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് വരുന്നത്. ബന്ധനമുണ്ടോ? ഈ ക്രീമി ലെയർ സിസ്റ്റം കൊണ്ടുവന്ന എന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണം എങ്ങനെ തടയാമെന്നുള്ള സവർണ ഗൂഢാലോചനയുടെ വകയായിട്ട് വന്നതാണ്. അതിന് വളരെ ക്രിട്ടിക്കലായിട്ട് 3 ലക്ഷം ഉള്ള വരുമാനം പെർ ഇയർ 3 ലക്ഷം വരുമാനമുള്ളവന് ക്രീമി ലെയറിൻ്റെ മുകളിൽ വന്ന്. നേരെ മറിച്ച് മറ്റിപ്പോൾ വന്ന മുന്നോക്ക സംവരണത്തിൻ്റെ ക്രീമി ലെയർ എന്ന് പറഞ്ഞത് നഗരത്തിൽ എത്ര 25 സെൻറ്റോ? നഗരത്തിൽ 25 സെൻറ്റുള്ള ഇന്ന് ഏറ്റവും വലിയ ധനാഢ്യനാണ്. അതുപോലെ ഗ്രാമീണ മേഖല 2.5 ഏക്കറാണ് അവൻ്റെ സാമ്പത്തിക അങ്ങനെയുള്ള വരുമാന പദ്ധതികളൊക്കെ ഈ മുസ്ലിം സമുദായത്തിലെ ഈ ക്രീമി ലെയറിന് വെച്ചതിലും എത്രയോ വിശാലമായ പരിധിയാണ് അവർക്ക് വെച്ചു കൊടുത്തുള്ളത്. അതായത് എല്ലാ മുന്നോക്ക വിഭാഗങ്ങളിലെ എല്ലാവർക്കും സർക്കാർ ജോലിയിൽ പ്രാതിനിധ്യം കിട്ടാവുന്ന ഇതാണ്. ഇനി മുസ്ലിം സമുദായം പോലുള്ള അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഇനി അങ്ങോട്ട് ചെല്ലേണ്ടാത്ത അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തമായി വരുന്നുണ്ട്. ഇപ്പോൾ മെഡിസിനൊക്കെ 3000 ചില്ലാനം ആണ് മുസ്ലിം സമുദായത്തിൻ്റെ അവസാനത്തെ മാർക്കെങ്കിൽ സ്റ്റേജെങ്കിൽ 8000 ചില്ലാനം
സ്റ്റേജിൽ വന്ന മുന്നോക്കക്കാരൻ ഇവൻ്റെ മേലെ കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഒരേ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു മുസ്ലിമും ഒരു മുന്നോക്ക വിഭാഗക്കാരനും ഒരു വേള മുസ്ലിം സംവരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ആ മുന്നോക്കക്കാരൻ സംവരണത്തിലേക്ക് ഉൾപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? അവർ വരുന്നുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പോൾ തന്നെ ജനസംഖ്യയേക്കാൾ ഇരട്ടി പ്രാതിനിധ്യം ഉണ്ട് താനും. അത് മുമ്പ് ജനറൽ കോട്ടയിൽ നിന്ന് കയറിയിട്ട ആളുകൾ. അടുത്തൊന്ന്, ഈ കണക്ക് കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചു 2011 കണക്കാണ്. അതിനുശേഷം അത്തരത്തിലൊരു കണക്ക് വന്നിട്ടില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജാതി സെൻസസ് നടക്കാനുള്ള ശ്രമങ്ങളിലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ജാതി സെൻസസ് നടക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ? കേരളത്തിൽ നല്ല ഈ കഴിഞ്ഞ ആരിസ് ബീരാൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, നമ്മളെ ആരിസ് ബീരാൻ്റെ ഫാദറിൻ്റെ പേരെന്തേനി, അദ്ദേഹം കൊടുത്ത കേസിൽ സുപ്രീം കോടതിയിൽ വിധി വന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളും ജാതി സെൻസസ് നടത്തണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടനെ കേരളത്തിൽ നിന്ന് പോയ പ്രതികരണം ഇവിടെ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാതി സെൻസസ് നടത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിദ്യാഭ്യാസ വികസന നയങ്ങളുടെ ഉപഭോക്താക്കൾ ആരാണെന്ന് വ്യക്തമാക്കപ്പെടും. ജാതി മതം തിരിച്ച് വ്യക്തമായി കണക്ക് പുറത്തു വന്നാൽ ഇവിടെ വളർത്തുന്ന, ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ള സുകുമാരന്മാരെ പോലുള്ളവർ വളർത്തുന്ന ഈ ഇസ്ലാമോഫോബിയ തകർക്കപ്പെടുകയും ഇവിടെ ഒരു ജനകീയമായി എല്ലാ അവശ്യ ജനവിഭാഗങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം എന്നുള്ള ഒരു അവകാശം ഉന്നയിക്കപ്പെടുകയും മാത്രമല്ല ഹിന്ദു ഐക്യം എന്നുള്ള ഒരു സവർണ മേധാവിത്വം കൊണ്ടുവരുന്ന ഈ ഐക്യം തകർക്കപ്പെടും. കാരണം ഇവിടുത്തെ കീഴ്ജാതികൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് വരുമ്പോൾ അവരും ഈ ഹിന്ദു ഐക്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയുടെ താല്പര്യമാണ് ഇവിടെ ജാതി സെൻസസ് നടക്കരുത്. അത് തന്നെയാണ് കേരള ഗവൺമെൻറ് നടപ്പിലാക്കി കൊടുക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമുള്ള നിലപാടല്ല. കോൺഗ്രസും ഒരു വേള ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനെ എതിർക്കേണ്ടിയിരുന്നു. ഇവിടെ ചങ്ങനാശ്ശേരി പോപ്പ് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ ഇവിടെ ഒരു പാർട്ടി മുന്നോട്ട് വരില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി കാടളക്കി വിഷം കലക്കി നടന്നിട്ടും ഒരു പാർട്ടിയും കാര്യമായിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ ഉള്ളിൽ സവർണ താല്പര്യങ്ങൾ ഒളിഞ്ഞിരിക്കുക. മറ്റുള്ള മേഖലകളിൽ തൊഴിൽ ഈ ഗവൺമെൻറ് സെക്ടർ അല്ലാതെ മറ്റുള്ള പ്രൈവറ്റ് സെക്ടറിലേക്ക് നോക്കുന്ന സമയത്തും അങ്ങനത്തെ രീതിയിലൊരു കണക്കെടുപ്പൊന്നും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഈ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഏതൊരവസ്ഥയിലാണ് നിൽക്കുന്നത്? വളരെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ പോലും മുസ്ലിങ്ങൾക്കല്ല അർഹമായ പ്രാതിനിധ്യമുള്ളത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ എടുത്താൽ അവിടെ അറബിക് ടീച്ചർ പോസ്റ്റിൽ വേറെ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിമിനെ പരിഗണിക്കുക എന്നതിലുപരി ഒരൊറ്റ മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റെയോ NSS മാനേജ്മെൻറ്റിൻ്റെയോ സ്ഥാപനത്തിൽ ഒരു മുസ്ലിമിനെ കാണൂല. നേരെ മറിച്ച് മുസ്ലിം സ്ഥാപനങ്ങൾ, ഇപ്പോൾ MESൻ്റെ സ്ഥാപനങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ജനവിഭാഗങ്ങളുണ്ട്, അവിടെ ഒരു വേർതിരിവില്ല. നേരെ മറിച്ച് ഇപ്പോൾ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സിംഹഭാഗവും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലാണ്. അവിടെ മുസ്ലിങ്ങൾ വളരെ 1% പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വസ്തുത. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം എടുത്ത് നോക്കുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിന് എത്രത്തോളം? ന്യൂനം. അതായത് CH മുഹമ്മദ് കോയ സാഹിബ് മന്ത്രിയായിരിക്കെ അദ്ദേഹം അടിച്ചേൽപ്പിച്ച കുറേ നാട്ടു പ്രാമാണിമാരെ, കാരണം അത് ഏറ്റെടുക്കാനുള്ള കഴിവും മുസ്ലിം സമുദായത്തിനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ഹാജിമാരെയും ആ പ്രദേശത്തെ പ്രമാണിമാരെയും പിടിച്ചിട്ട് അവർക്ക് ചെറിയ LP സ്കൂളുകൾ ഇതൊക്കെ കൊടുത്തു. നേരെ മറിച്ച് ഇവിടുത്തെ കോളേജുകളും മറ്റു കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അവർ വിട്ടേച്ചു പോയ എല്ലാ സമ്പത്തും അവരുടെ കൈകളിലാണ് ഉള്ളത്. ആ സ്ഥാപനങ്ങൾ അവരുടെ കൈകളിലാണ്. അതുകൊണ്ട് അവർക്കത് എളുപ്പമായിരുന്നു. പക്ഷേ ആ എളുപ്പം ഉണ്ടായെങ്കിൽ തന്നെ അവർ മറ്റു മതവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പരിഗണിക്കുന്നതിൽ തികഞ്ഞ വിഭാഗീയത കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ശരി. SHR കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രാരംഭ ദശയിലൊക്കെ ഇന്ത്യയിലെ പല ഇടങ്ങളിലെയും പല വിഭാഗങ്ങളിലും, ഇപ്പോൾ സൈന്യം പോലുള്ള വിഭാഗങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ചോദിക്കുന്ന സമയത്ത് അവർ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് അത്രയും ചെറുതായിരുന്നു. കേരളത്തിലും ഈ രീതിയിലുള്ള സൈന്യം, പോലീസ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എത്രത്തോളമാണ്? സൈന്യത്തിന് കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. സൈനികത്തിൽ അവർ പറയുന്നത് സൈന്യത്തിൻ്റെ ആത്മവീര്യം കൊടുത്തും ജാതി സെൻസസ് നടത്തിയാൽ അവിടെ ഇങ്ങനെ ജാതിപരമായിട്ട് അവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ റെജിമെൻ്റ് ഉണ്ട്, സിഖ് റെജിമെൻ്റ് ഉണ്ട്. നേരെ മറിച്ച് ഒരു മുസ്ലിം പ്രാതിനിധ്യം ചോദിച്ചാൽ അവിടെ പ്രശ്നം. സിഖ് റെജിമെൻ്റ് കൊടുക്കാം, ഒരു മുസ്ലിം പ്രാതിനിധ്യം ചോദിക്കാൻ പാടില്ല. ആ രൂപത്തിലൊക്കെ സൈന്യത്തിൽ ഇപ്പോൾ ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു, വളരെയധികം ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് പോലും ആ തലത്തിലൊന്ന് ചിന്തിച്ചിട്ട് ആൻ്റണി അതിൽ ശക്തമായി എതിര് നിൽക്കുകയാണ് ചെയ്തത്. ആ രൂപത്തിലാണ് സൈന്യം. കേരളത്തിലെ പോലീസിൻ്റെ കാര്യവും
ഇപ്പോൾ കേരളത്തിൽ പല പോലീസ് പോലീസ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് RSSൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രത്യേക RSS കേന്ദ്രത്തിൽ നിന്നുള്ള പരിശീലനം ശ്രദ്ധിച്ച മുഴുവൻ ആളുകൾക്കും പിറ്റേ തവണത്തെ പോലീസ് സെലക്ഷനിൽ സെലക്ഷൻ കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില കേസുകളിലെ വിവേചനങ്ങൾ T1A ഉപയോഗിക്കുന്നിടത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ നടപടികൾ ഉണ്ടാവുകയും എന്നാൽ മറ്റുള്ള വിഭാഗത്തിനെതിരെ ഉപയോഗിക്കുന്ന സമയത്ത് അത്ര വലിയ രീതിയിലുള്ള നടപടികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രതിഫലനമായി കാണുന്നത്. തീർച്ചയായിട്ടും കേരള പോലീസിനകത്ത് സംഘപരിവാറിൻ്റെ ഒരു ചാലക ശക്തി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആനിരാജ്യ പോലും കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷമല്ല ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകൾ പോലും പറഞ്ഞാണ് സംഘപരിവാറിൻ്റെ ഒരു ചാലക ശക്തി കേരള പോലീസിലുണ്ട്. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കണ്ണൂരിലൊരു ശക്തി കേന്ദ്രം RSSൻ്റേതായി കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇനി മാത്രമല്ല, ഇപ്പോൾ പുതിയ നിയമം കേന്ദ്രത്തിലുള്ള IPC, IRCP, CRPC, എവിഡൻസ് ആക്ട്, ഈ 3 ആക്റ്റുകളും കഴിഞ്ഞ 1-ാം തീയതി മുതൽ പ്രാവർത്തികമായി വന്നു. പണ്ടത്തെക്കാൾ വലിയ പോലീസ് രാജിന് അവകാശം നൽകുന്ന കാടൻ നിയമങ്ങളാണ് ക്രിമിനൽ നിയമങ്ങളിൽ. കാലാവധി FIR ഇട്ടോളണമെന്നില്ല, FIR ഇടാനുള്ള വിവേചനാധികാരം പോലീസിനാണ്. ഈ ഒരു ഇത് ഇന്ന് കേരളത്തിലുള്ള ഈ പോലീസിൻ്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയ അപകടമാണ് വരാൻ പോകുന്നത്. പൊതുവേ എല്ലാ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ തുടക്കത്തിലും ഉയർന്നു കേൾക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു കാര്യമാണ് മലബാർ മേഖലയിലുള്ള സീറ്റുകളുടെ കുറവ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യവും അത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ചില കണക്കുകളൊക്കെ നിരത്തുകയും അത് ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇത് എത്രത്തോളം മന്ത്രിയുടെ ആ ഒരു പ്രസ്താവന എത്രത്തോളം ശരിയായിരുന്നു? പ്രസ്താവന ശരിയല്ല എന്നുള്ളത് മന്ത്രിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടന SFI സമരം ചെയ്തതിൽ നിന്ന് വ്യക്തമാണ്. SFI പോലും അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ബോധപൂർവമായ ശ്രമമാണ്. മലബാറിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ അടിസ്ഥാന കാരണം സർക്കാരിൻ്റെ ഒരു 5 പൈസൻ്റെ സഹായമല്ല. 1970 ശേഷം മലബാറിലെ മാപ്പിളമാർ ഗൾഫ് കുടിയേറ്റം നടത്തുകയും തങ്ങളുടെ സന്താനങ്ങളെങ്കിലും പഠിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അവരുടെ ചില്ലിക്കാശുകൾ സ്വരൂപിച്ച് ഇവിടുത്തെ ഓരോ മഹല്ല് കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും അതിന് E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല തുറന്നു കൊടുത്തപ്പോൾ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പുരോഗതിയുടെ ഘട്ടത്തിൽ ഹയർ സെക്കൻഡറി വരുന്നത് ആ കാലത്താണ്, +2 വിദ്യാഭ്യാസം. അന്ന് തെക്കൻ കേരളത്തിൽ നിർബാധം അനുവദിച്ചു കൊടുത്തപ്പം മലബാറിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് ഹയർ സെക്കൻഡറി അനുവദിച്ചത്. പിന്നീട് ആവശ്യപ്പെടുമ്പോഴൊക്കെ മലബാർ അനാവശ്യമായി ആവശ്യപ്പെടുന്നു. അന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ അന്ന് കുറച്ച് സീറ്റുകൾ അനുവദിച്ചപ്പോഴേക്ക് അതിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. ആ രൂപത്തിലേക്ക് മലബാറിനെ കുറിച്ച് ഒരു തെറ്റായ കാഴ്ചപ്പാട് ഇവിടുത്തെ സവർണ്ണ വിഭാഗങ്ങൾ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ബോധപൂർവം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് മാത്രം പറ്റിയിട്ടുള്ളതല്ലല്ലോ. UDF ആയ കാലത്ത് നമ്മളിവിടെ ഭരണത്തിൽ അന്ന് മുസ്ലിം ലീഗ് മാത്രം കുറച്ച് സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് അന്ന് കുറേ സ്വാശ്രയ സ്ഥാപനങ്ങൾ ഇവിടെ അനുവദിച്ചു. ഗവൺമെൻറ് തലത്തിൽ എന്നാലും അനുവദിച്ചാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം പരിമിതികളുണ്ടായി. കോൺഗ്രസ്സിൽ അന്ന് മുഴുവൻ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ സമ്മർദ്ദത്തിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഈ മലബാറിലെ അനുവദിച്ച സീറ്റുകൾ പോലും എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളുകളിൽ ബാച്ചല്ല അനുവദിക്കുക, അധിക സീറ്റുകൾ അനുവദിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ടീച്ചേഴ്സ് ഇല്ല, സ്റ്റാഫ് ഇല്ല, ബിൽഡിംഗ് ഇല്ല, ക്ലാസ് റൂം ഇല്ല, ഒന്നുമില്ല. ഉള്ള ക്ലാസ് റൂമിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ 40-45 കുട്ടികളിലധികം ഒരു ക്ലാസ്സിലില്ലെങ്കിൽ മലബാറിൽ 80-85 കുട്ടികളെ ഇരുത്തിയിട്ടാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അനുവദിക്കാതെ, ആവശ്യമായ സ്റ്റാഫിനെ അനുവദിക്കാതെ അനുവദിച്ചിടത്തുള്ള അവസ്ഥ ഇതാണ്. പിന്നെ കൂടുതലും സ്വാശ്രയമാണ്. അതാണ് ഇവിടെയും അവിടെയും നമ്മൾ. അവിടെ ഗവൺമെൻറ് സീറ്റാണെങ്കിൽ ഇവിടെ സ്വാശ്രയമാണ്. സാധാരണക്കാരനും ദുർബല ജനവിഭാഗങ്ങൾ അധികമുള്ള മലബാറിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഈ മലബാർ തെക്ക് എന്നുള്ളൊരു രീതിയിൽ പറയുന്ന സമയത്ത് മലബാറിൽ ഉണ്ടാകുന്നൊരു വളർച്ചയും അല്ലെങ്കിൽ മലബാറിൽ സീറ്റ് കൂടുതലായിട്ട് അനുവദിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, അത് മനസ്സിലാക്കാൻ തെക്കുന്നുള്ളവർക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ മറ്റു ജനവിഭാഗങ്ങൾ ആ സമരരംഗത്തേക്ക് വരുന്നതിലും പരാജയമാണ്. നിരന്തരം അവകാശങ്ങൾ പറയേണ്ടി വരിക, അതിനുവേണ്ടി സമരം ചെയ്യേണ്ടി വരിക, ഇത് മുസ്ലിം സമൂഹത്തെ ഒരു നിന്ദ്യമാക്കുന്നതിന് തുല്യമല്ലേ? അത് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും സമര രീതിയിലായിരിക്കും. അത് ഇന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ. നെഹ്റു അല്ലാത്തവരാരും അതിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായിട്ടില്ല.
തുടർന്ന് വന്ന ആരും അതിനെ അഭിസംബോധന ചെയ്തിട്ടില്ല. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? തീരെ ഇല്ല. ഇവിടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരസ്പരം പഴിചാരുന്നു എന്നല്ലാതെ മലബാറിൻ്റെ ഒരു പുരോഗതി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി രംഗത്ത് ആരും തയ്യാറാകുന്നില്ല. ഈ വോട്ട് പ്രാതിനിധ്യം എടുത്തു നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഒരു വോട്ട് ബാങ്കായി മാറാത്ത ഒരു പ്രശ്നമാണോ ഇങ്ങനെ വരുന്നത്? കുറേയൊക്കെ അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ എന്താണ് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ മുസ്ലിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മുസ്ലിങ്ങളൊന്നും ജനാധിപത്യ പ്രക്രിയയിൽ മാറി നിൽക്കാതെ കൂടുതൽ സജീവമായി പങ്കാളികളാവുകയും അതോടൊപ്പം നമുക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് സംവരണം വേണം എന്നൊരു പുതിയ ആവശ്യത്തിലേക്ക് എല്ലാ രാഷ്ട്രീയക്കാരെയും ബോധപൂർവ്വം അതാത് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും വേണം. മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഭാഗം, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല എന്നുള്ളൊരു ചിന്ത. അത് ഭരണഘടന പറഞ്ഞതുപോലെ സന്തുലിത വികസനം സാധ്യമാകണമെങ്കിൽ മുസ്ലിങ്ങളുടെ കൂടി പുരോഗതി രാജ്യത്തിന് ആവശ്യമാണ്. ആ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ വരുന്ന ഓരോ റിപ്പോർട്ടുകളെക്കുറിച്ച് പഠിക്കുകയും പ്രാതിനിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അനാവശ്യ കാര്യമല്ല ചോദിക്കുന്നത് പറയുന്നത് എന്നുള്ള ബോധം മുസ്ലിങ്ങൾക്ക് കൃത്യമായി ഉണ്ടായിരിക്കുകയും അത് പൊതുജന സമൂഹത്തെ വളരെ കൃത്യമായ രീതിയിൽ ശത്രുതയില്ലാതെ ഒരു മൈത്രിബോധത്തോടു കൂടി അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു വിജയമുണ്ടാകുന്നത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്പെഷ്യൽ അവറിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ VPA ഗഫൂർ സാഹിബാണ്. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്പെഷ്യൽ അവറിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.